നമ്മളിപ്പോഴുള്ളത് വിഴിഞ്ഞം വലിയടപ്പുറം സെന്റ് അലോഷ്യസ് ഗ്രൗണ്ടിലാണ്. അപ്പോൾ ന്യൂസിലൻഡ് ഇന്ത്യയും തമ്മിലുള്ള ആ വേൾഡ് കപ്പ് ഫൈനൽ മത്സരം കാണാനായി ഇവിടെ LED സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് കളിയും നമ്മൾ സഞ്ജുവിൻ്റെ ഒരു വലിയൊരു വിസ്മയമാണ് നമ്മൾ കണ്ടത്. അത് ഫൈനലിലായി ഇന്ത്യ ഒട്ടാകെ സഞ്ജു ആരെന്നുള്ള ഒരു മഹാപ്രതിഭേനെ കാണാനിടവുണ്ടായി. ഇപ്പോൾ ഇന്ത്യ വീണ്ടും ഇന്ന് ഫൈനൽ കളിക്കുകയാണ്, ഇന്ത്യ വാസ് ന്യൂസിലൻഡ്. ഇതിൽ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളായി 1-2 ദിവസമായിട്ട് പെട്ടെന്ന് എൻ്റെ വിഴിഞ്ഞം വാട്സാപ്പ് കൂട്ടായ്മയിൽ കൂടി ഒരു ചർച്ച ഫോം ചെയ്യുകയും അതിൽ വിഴിഞ്ഞത്ത് സഞ്ജുവിൻ ജനിച്ച നാട്ടിൽ ഒരു സ്ക്രീൻ വരണം, ലൈവ് കാണണം, വിഴിഞ്ഞ ജനതയ്ക്ക് കാണണം എന്നുള്ള ആവേശപരമായ ആ ഒരു സംസാരം നമ്മൾ എൻ്റെ വിഴിഞ്ഞം ഗ്രൂപ്പിൽ ഫോം ചെയ്യുകയുണ്ടായി. ഇതിനു വേണ്ടി മുന്നോട്ട് വന്നത് നമ്മുടെ ജോയ് റിബേറ ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ സിറിൽ റോക്ക്, പിന്നെ ഞാനെന്നുള്ള വ്യക്തി, അതിനൊപ്പം തന്നെ ഒത്തിരി ആൾക്കാർ സപ്പോർട്ടായിട്ട് വന്നു. സോ എല്ലാവർക്കും ഇന്ന് ലൈവ് കാണിക്കാനുള്ള ആ ഒരു അവസരം എൻ്റെ വിഴിഞ്ഞം വാട്സാപ്പ് കൂട്ടായ്മ ഒരുക്കിയതിൽ അതിയായ സന്തോഷം. അല്ല, വിഴിഞ്ഞത്തിനെ സംബന്ധിച്ച് വിഴിഞ്ഞം ഒരു ആഘോഷ ലഹരിയിലാണ്. ഇന്നത്തെ കളി തീർച്ചയായിട്ടും നേരത്തുള്ള 2 കളിയിൽ പ്രവർത്തനം ചെയ്ത പോലെ അതിനേക്കാളും മെച്ചമായിട്ട് 97-നും ഉപരി സെഞ്ചുറി കടന്നു വരണമെന്നാണ് നമ്മുടെ വിഴിഞ്ഞത്തിന്റെ കുഞ്ഞുമക്കളും വയസ്സായ ആൾക്കാരും ഉൾപ്പെടെ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ കളിയും സഞ്ജു നല്ല രീതിക്ക് തന്നെ കളിക്കും, സെഞ്ചുറി അടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുള്ള എല്ലാവിധമായ പ്രാർത്ഥനകളും ഇടവേള ഉണ്ട്. പ്രത്യേകിച്ച് സിന്ധ്യാത്ര മാതാവിന്റെ അനുഗ്രഹമുള്ള വ്യക്തി കൂടിയാണ് സഞ്ജു സാംസൺ. എങ്ങനെയാ കാണുന്നത്? ഇന്ന് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. കാരണം വളരെ പ്രഷറിലാണ് സഞ്ജു ഇന്ന് കളിക്കുന്നത്. കാരണം ഒരു ന്യൂസിലാൻഡ് പരമ്പരയിൽ 5 പ്രാവശ്യം സഞ്ജുവിനെ ഔട്ടാക്കിയ ടീമിനെതിരെയാണ് ഇന്ന് കളിക്കുന്നത്. പിന്നെ അവന് പെർഫോം ചെയ്ത് തന്നെ ആവണം. പിന്നെ ഇന്ത്യക്ക് ഒരു മോശം റെക്കോർഡുള്ള ഗ്രൗണ്ടാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. അവിടെ ഇന്ന് 2023 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ നമുക്ക് വീണ കണ്ണുനീര് സഞ്ജുവിൻ്റെ പെർഫോമൻസോട് കൂടി സഞ്ജുവിന് മാറ്റുമെന്നാണ് പ്രതീക്ഷ. സഞ്ജു കളിക്കുന്നത് ഒരിക്കലും നമ്മൾ കണ്ട ഈ 3 കളികൾ സഞ്ജു കളിച്ചത് സഞ്ജുവിന് വേണ്ടിയല്ല, സെഞ്ചുറിക്ക് വേണ്ടിയല്ല കളിച്ചത്, ഇന്ത്യക്ക് വേണ്ടിയാണ്. സിംബാബ്വെക്കെതിരെ മത്സരത്തിൽ 2ാമത്തെ പന്തിലാണ് സിക്സ് അടിക്കുന്നത്. ഈ പറയുന്ന സഞ്ജു ഒറ്റയ്ക്ക് ജയിപ്പിച്ച കളിയിൽ 97 റൺസ് അടിച്ച കളിയിൽ സഞ്ജുവിന് വേണമെങ്കിൽ ആ ഇന്നിങ്സിനെ നേരത്തെ ഫിനിഷ് ചെയ്യുന്ന രീതി സ്വയം സെഞ്ചുറി അടിക്കാവുന്ന രീതിയിൽ കളിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ല. ടീമിനെ വിജയിപ്പിക്കാനും നോക്കി. കഴിഞ്ഞ മത്സരത്തിൽ 13-14 ഓവറാകുമ്പോൾ തന്നെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് 80+ ആയി കഴിഞ്ഞു. അവിടെയും സഞ്ജുവിന് വേണമെങ്കിൽ 10 ബോൾ നേരിട്ട് കൊണ്ട് സെഞ്ചുറി അടിക്കാമായിരുന്നു. അതൊന്നുമല്ല. ഇന്നത്തെ മാച്ചിലും ടീം എന്താണ് ആഗ്രഹിക്കുന്നത് അത് സഞ്ജു ചെയ്യും. അത് സെഞ്ചുറി ആണെന്നുള്ളതല്ല, ചിലപ്പോൾ ഒരു 10 ബോൾ 30 റൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ 20 ബോൾ 45 റൺസ് ആയിരിക്കാം. ഇങ്ങനെയുള്ള ഇന്നിങ്സാണ് സഞ്ജുവിന് പ്രതീക്ഷിക്കുന്നത്. ടീമിന് വേണ്ടി സഞ്ജു ഇന്ന് പെർഫോം ചെയ്തിരിക്കും. ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഇരുന്ന് കാത്തിരിക്കുന്ന ഒരു മാച്ചാണ്. കാരണം സഞ്ജുവിൻ്റെ ഒരു 3ാമത്തെ ഒരു പെർഫോമൻസാണ് ഇന്ത്യൻ ടീമിൻ്റെ ഫൈനലിനേക്കാൾ കൂടുതൽ ഈ ജനത കാത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 കളിയിലും സഞ്ജു സെഞ്ചുറിക്ക് തൊട്ടരികിൽ നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് സെഞ്ചുറി അല്ല മുഖ്യമെന്ന് തെളിയിച്ച ഒരു പ്രതിഭയാണ് അന്നേ ദിവസങ്ങൾ. പക്ഷേ ഇന്ന് നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ കപ്പ് ഉയർത്തുന്നതിനോടൊപ്പം സഞ്ജുവിൻ്റെ സെഞ്ചുറി ഇതാണെന്ന് എല്ലാവരും കാതോർത്തിരിക്കുന്നത്, കണ്ണോർത്തിരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ വിഴിഞ്ഞ നിവാസികളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സഞ്ജു ഇന്ന് 50യുടെ മേലിലടിക്കണം, ഇന്ത്യ ഇന്നും കപ്പടിക്കണം എന്നാണ് എൻ്റെയും പ്രാർത്ഥന, നമ്മുടെ വിഴിഞ്ഞ നിവാസികളുടെ പ്രാർത്ഥന.